കാസർഗോഡ് നിന്നുള്ള ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്ന തോന്നും വഴിയുള്ള ടിക്കറ്റ് നിരക്കെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കും ഒരേ നിരക്ക് നൽകണം. കോഴിക്കോട്ടേക്ക് യാത്രക്കാർ നൽകേണ്ടി വരുന്നത് 1000 രൂപയ്ക്ക് മുകളിലാണ്. ദീർഘദൂര ബസ്സുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏകീകൃത നിരക്ക് ഏർപ്പെടുത്താനാകില്ലെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത്. ചേട്ടാ, ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ. ഞാൻ വിളിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. അപ്പോൾ 19:45 കാസർഗോഡ് എന്നുള്ള ഒരു ബസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റിന്റെ ചാർജിൽ എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പോൾ അത് ടെക്നിക്കൽ എറർ ആണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. തിരുവനന്തപുരം വരെ 700 ടിക്കറ്റ് കാണിക്കുന്നത്, പക്ഷെ കോഴിക്കോട് വരെ നോക്കുമ്പോൾ 930 കാണിക്കുന്നുണ്ട്. അല്ല, അതങ്ങനെ സൈറ്റിൽ അങ്ങനെയാണ്. അതെന്താ ചേട്ടാ സംഭവം? ഇത് പൈസ കുറച്ച് കൂട്ടിയിട്ട് ആക്കുന്നല്ലേ. അതായത് കോഴിക്കോട് വരുമ്പോൾ നമ്മൾ ചാർജ് കൂടുന്ന അത് കട്ട് സീറ്റ് ആകുമ്പോൾ കൂടും. കട്ട് സീറ്റ് എന്ന് പറയുമ്പോൾ കട്ട് സീറ്റ് കോഴിക്കോടൊക്കെ അല്ലേ, തിരുവനന്തപുരം വണ്ടിയല്ലേ. ആ ആ ആണ് അങ്ങോട്ട് കാലി കൊണ്ടേ. ഓ, അതുകൊണ്ടാണ് അല്ലേ. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കാൻ, ഗുഡ് മോർണിംഗ്. എസ്കാൻ, കാസർഗോഡ് ജില്ലക്കാരുടെ യാത്രാ ദുരിതത്തെക്കുറിച്ച് എന്നും പറയാറുള്ളതാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനുകളിൽ മാത്രമല്ല, ഈ ദീർഘദൂര സ്വകാര്യ ബസ്സുകളിൽ വ്യാപകമായി അമിത നിരക്ക് ഈടാക്കുന്നു എന്നുള്ളതാണ്. അതായത് തോന്നുംപടിയാണ് ഈ അമിത നിരക്ക് ഈടാക്കുന്നത്. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് കോഴിക്കോട്ടേക്ക് ദീർഘദൂര ബസ്സിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അത് 1000 രൂപയിലധികമാണ് നൽകേണ്ടി വരുന്നത്. അതായത് തിരുവനന്തപുരത്തേക്ക് പോലും അവർ ഈ ചാർജ് വാങ്ങുന്നില്ല. പക്ഷേ കോഴിക്കോട്ടേക്ക് 1500ഉം 1340 ഒക്കെയാണ് ഇവർ ഈ ചാർജ് വാങ്ങുന്നത്. പക്ഷേ നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ 1000 രൂപയോ 900 രൂപയോ ഒക്കെ ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ. ഇതേക്കുറിച്ച് നമ്മൾ ഇവരുമായി ഏജൻസിയുമായി ബന്ധപ്പെട്ടിരുന്നു, ബസ് ഉടമകളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ അവർ പറയുന്നത് അങ്ങനെ ഒരു ഏകീകൃത നിരക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. കാരണം ഈ കാസർഗോഡ് നിന്ന് കോഴിക്കോട് വരെ ഒരാൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് അവർക്ക് ക്യാൻസൽ ആവുകയാണ്. അതുകൊണ്ടാണ് ഈ അമിത നിരക്ക് ഏർപ്പെടുത്തുന്നതെന്നാണ്. ഒരുപക്ഷെ കോഴിക്കോട്ടേക്കുള്ള ആളുകൾ ഈ ബസ്സിൽ കയറേണ്ട എന്നൊരു തീരുമാനം ബസ് ഉടമകൾക്കുണ്ടോ എന്നറിയില്ല. എന്തായാലും വിചിത്രമായ നടപടിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അമിത നിരക്ക് എന്ന് പറയാൻ കഴിയില്ല. ഒരു വലിയ കൊള്ളയാണ് നടക്കുന്നത്. അതും എല്ലാ ബസ്സിലും. ഈ കാസർഗോഡ് നിന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം രാത്രി 10-11 മണി വരെ ഒരു 20 ബസ്സെങ്കിലും ഇത്തരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ 20 ബസ്സുകളിലും ഒരു മാനദണ്ഡവുമില്ലാതെ വിചിത്രമായ നിരക്കുകൾ ഏർപ്പെടുത്തുന്നു എന്നതാണ്. ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അവരും നിസ്സഹായാവസ്ഥയിലാണ്. അവർ പറയുന്നത് സ്വകാര്യ ബസ്സുകൾ, ഈ ദീർഘദൂര ബസ്സുകൾക്ക് ഇത്തരത്തിലൊരു മാനദണ്ഡം സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിരക്ക് ഏർപ്പെടുത്തുന്നത്. അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ആകെ പൊറുതിമുട്ടിയിരിക്കുന്ന യാത്രക്കാരാണ്. വലിയ നിരക്ക് കൊടുത്ത് അവർക്ക് പോകേണ്ടി വരുന്നു. പക്ഷേ അത് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആ നിരക്കില്ല. പക്ഷേ കോഴിക്കോട്ടേക്ക് 2 ജില്ല കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് എത്തുമ്പോഴാണ് അവർ ഈ നിരക്ക് വാങ്ങുന്നത് എന്നുള്ളതാണ് എസ്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.